യേശുനാഥന്റെ അധികാരത്തിന് കീഴിൽ സ്വയം സമർപ്പിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവും ശിഷ്യന്മാരും ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും വന്ന് യേശുവിനോട് ചോദിക്കുന്നു, എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ആരാണ് നിനക്ക് ഈ അധികാരം തന്നത്? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആദ്യം നാം കാണുന്നത് കഴുതപ്പുറത്തേന്തി അധികാരത്തോടുകൂടി ജെറുസലേത്തിലേക്ക് പ്രവേശിക്കുന്ന യേശുവിനെയാണ്. പിന്നീട് കർത്താവ് അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. ശേഷം ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ് നാം കാണുന്നത്. ഒടുവിൽ ആ അത്തിവൃക്ഷം ഉണങ്ങി വരണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് ക്രിസ്തു ശാപത്താൽ. ആ പശ്ചാത്തലത്തിലാണ് എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് എന്ന് ഫരിസേരും പുരോഹിത പ്രമുഖനും അവനോട് ആരായുന്നത്. യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം തന്നെ അധികാരത്തിൻ്റെ കുതിരപ്പുറം ഉപേക്ഷിച്ചുകൊണ്ട് സേവനത്തിൻ്റെ കഴുതപ്പുറത്ത് കയറിയായിരുന്നു. അങ്ങനെയെങ്കിൽ ശേഷം സംഭവിച്ച അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതും ക്രിസ്തു സേവനത്തിൻ്റെ സമ്പൂർണതയാകുന്ന രണ്ടു സത്യങ്ങളായിരുന്നു. അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് ദൈവം നിന്റെ സേവനം ആഗ്രഹിക്കുമ്പോൾ നീ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഉപാധികളില്ലാതെ കാലങ്ങൾക്കപ്പുറം വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന വലിയ സന്ദേശമാണ് കർത്താവ് നൽകുന്നത്. ദേവാലയ ശുദ്ധീകരണം എന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവത്തിൻ്റെ ആലയത്തെയും ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാമൊക്കെ. ദേവാലയം നമ്മെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള വാണിജ്യത്തിൻ്റെയോ വ്യവഹാരത്തിൻ്റെയോ ഇടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ദേവാലയം ശുദ്ധീകരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ അരികെയാണ് ഇവർ എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അതിനാൽ ആ ചോദ്യം തന്നെ അർത്ഥശൂന്യതയുടെ ആകത്തുകയാണ്. അവരുടെ ചോദ്യത്തിന് ക്രിസ്തു ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ക്രിസ്തുവിൻ്റെ മറുചോദ്യത്തിൻ്റെ ഉള്ളിൽ ആയിരുന്നു നിലകൊണ്ടിരുന്നത്. യേശുവിൻ്റെ ചോദ്യത്തിന് 3 പൊരുളാണ് ഉള്ളത്. ഒന്ന്, അധികാരത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഒഴിവാക്കാനോ ഉള്ള ശ്രമമല്ല യേശുവിൻ്റെ പ്രതികരണം. വാസ്തവത്തിൽ യേശു പറയുന്നു, നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരം നിങ്ങൾക്കുണ്ട്. 2, യോഹന്നാൻ ദൈവത്തിന് വേണ്ടി സംസാരിച്ച ദൈവത്തിൻ്റെ പ്രവാചകനായി പരക്കെ അംഗീകരിക്കപ്പെട്ടു. യോഹന്നാൻ യേശുവിനെ ദൈവപുത്രനായി പ്രഖ്യാപിച്ചതിനാൽ യോഹന്നാനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും യേശുവിൽ വിശ്വസിക്കണം. 3, ഈ ഒരു ചോദ്യത്തിലൂടെ യേശു യഹൂദ നേതാക്കളെ അവരുടെ ചിന്താഗതിയിൽ നിന്നും സൗഖ്യത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. ഒന്നുകിൽ അവർ യോഹന്നാൻ്റെയും യേശുവിൻ്റെയും അധികാരം ഏറ്റുപറയണം, അല്ലെങ്കിൽ ജനക്കൂട്ടത്തോടുള്ള എല്ലാ വിശ്വാസ്യതയും അവർക്ക് നഷ്ടപ്പെടും, അഥവാ അവർ നഷ്ടപ്പെടുത്തും എന്ന സത്യം. 3, യഹൂദ നേതാക്കളെ പോലെ നാമും എളുപ്പത്തിൽ ഒരു ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടതായി കണ്ടെത്തുവാനാകും. യേശുവിനെ കർത്താവായി ഏറ്റുപറയാൻ കഴിയുമെങ്കിലും അവൻ്റെ കർത്തൃത്വത്തിന് കീഴടങ്ങാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ ജീവിത മേഖലകളിൽ നാം ഇപ്പോഴും മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ പൊരുത്തക്കേടുകൾ, നമ്മുടെ പാപങ്ങൾ, കീഴ്വഴക്കങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ തിരിച്ചറിയുകയും അവന് പൂർണ്ണമായും അതിൽ കീഴടങ്ങുകയും ചെയ്യുവാൻ നമുക്ക് ആകണം എന്ന തിരിച്ചറിവ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമുഖത്തെ സ്വയം തിരിച്ചറിയുവാനുള്ള ദൈവചോദ്യത്തെ അവർ നിരാകരിച്ചുകൊണ്ട് അജ്ഞത അവർ വാദിക്കുകയാണ്. അതിനാൽ തന്നെ അറിയാമായിരുന്ന
ഉത്തരം അവർ മറച്ചു വെച്ചുകൊണ്ട് അറിയില്ല എന്ന് കർത്താവിനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവ ബോധ്യത്തിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജ്ഞാനത്തിൻ്റെ മക്കളായി തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.